അച്ഛനും അമ്മയും വരും. അവരോട് എന്താ പറയാ, വരണ്ടാന്ന് പറയാനും പറ്റില്ല. കൊല്ലത്തില് വരുന്ന ഒരു ഓണല്ലേ. എന്തൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ ചെയ്യാം. നാളെ ഇപ്പൊ തിരുവോണമല്ലോ, കയ്യിലാണ് പൈസ. കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് എന്താ ചെയ്യാം? എവിടേക്കും പോകുന്നില്ല, എല്ലാവർക്കും ഓണക്കോടി എടുത്തു. ഞങ്ങൾക്ക് എപ്പോഴാണ് എടുക്കുന്നത്? അച്ഛൻ അങ്ങോട്ട് പോനെ മോളെ, അച്ഛനടുത്ത് പൈസ ഇല്ല. ആകെ കുടുങ്ങിന് പച്ചന്. ഞാൻ എന്തായാലും ബസ്സിലാക്കാനെ പോയി കാണട്ടോ മോനെ കേട്ടോ. ഞാൻ മൂപ്പര് എന്തോ ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരത്തുനിന്ന് പോയാട്ടോ. അച്ഛൻ വാങ്ങി തരട്ടോ. നിങ്ങളിങ്ങനെ ഇരുന്നാ മതിയോ? നാളെ തിരുവോണല്ലേ, കുട്ടിയൊക്കെ ഓണക്കോടി ഒക്കെ എടുക്കണ്ടേ? ഇതിപ്പോ എന്റെ ഒരു കുറ്റപ്പറച്ചില്, കുട്ടികളെ കുറ്റപ്പറച്ചില് വേറെ ഒന്നേ. ഇത് പൈസ ഇല്ലാണ്ടല്ലേ? പൈസ ഉണ്ടായ നിങ്ങൾക്കൊക്കെ ഞാൻ വാങ്ങി തന്നില്ലേ? ഏതായാലും ഞാൻ ബസ്സിലാക്കാനെ പോയി കാണട്ടെ. എനിക്ക് അച്ഛൻ ഉടുപ്പൊന്നും വാങ്ങി തന്നിട്ടില്ല. അമ്മേ, അപ്പുറത്തെ വീട്ടിൽ ആമിക്കൊക്കെ ഡ്രസ്സ് ഉണ്ട്. ഞങ്ങൾക്ക് എപ്പോഴാണ് അച്ഛൻ ഡ്രസ്സ് എടുക്കുന്നത്? മോളെ, അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ എല്ലാ ഓണത്തിനും എടുത്തരലില്ലേ? ഇവിടെ ഇല്ല, പുറത്ത് പോയതാ. സുഖട്ടാ, ആ രാജൊന്ന് പണിക്കുന്നല്ലോ. ഓനെടുക്കുന്ന ആരും തരാൻ പറ്റുന്ന ഓണല്ല. എന്താ ഞാൻ എന്നാ ഒന്ന് കണ്ടോക്കട്ടെ, പോയോക്കട്ടെ. ഞാൻ അവിടെ പണി സ്ഥലത്തിട്ടാ. എന്താപ്പാ കുഞ്ഞച്ചേട്ടൻ പറഞ്ഞത്, രാജു ഇന്ന് അവിടെ പണിക്ക് വന്നിക്കണെന്ന്. ബുദ്ധിമുട്ടുണ്ടാവും, ഓണക്കല്ലേ. ഞാൻ ഇപ്പൊ ഓനോട് അവിടെ പണിക്ക് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അവിടെ ഒന്ന് പോയോക്കട്ടെ. എന്താപ്പ ഈ ചങ്ങായി ഫോൺ എടുക്കണില്ലല്ലോ? ഒരുപാട് നേരമല്ല അടിക്കുന്നത്. ഒരുപാട് കാര്യം ഏൽപ്പിച്ച ഒരാളാണ്. എന്താപ്പ ചെയ്യ? ഇയാളിവിടെ വീണെടുക്കുക. അത് ശരി, വെറുതെ അല്ല ഫോൺ അടിച്ചിട്ട് എടുക്കാത്തത്. കണ്ടം മേലെ കണ്ടം. എന്താ സുഖേട്ടാ? ഏയ് സുഖേട്ടാ, എന്താപ്പ ചെയ്യ? പിന്നെ എങ്ങനെ ഫോൺ അടിച്ചെടുക്കുക? പണ്ടൊക്കെ ആൾക്കാര് വീട്ടിലിരുന്ന് ഓണം കഴിച്ചിരുന്നത്. ഇപ്പൊ വഴിയരികില് റോഡ് സൈഡിലൊക്കെയാണ്. എന്താപ്പ ഈ ചെറുപ്പക്കാരുമാതിരിയാണ് നിങ്ങൾ ഇങ്ങനെ ആയപ്പോ എന്താ ചെയ്യപ്പത്? സുഖേട്ടാ വരി, എണീക്ക്. ബഷീറാണ്, എണീക്ക്. ആയിക്കോട്ടെ. ഒരു രക്ഷയില്ല. അല്ല ആരാപ്പത്? രാജോ? അഭിജന്തനെന്ന് പണിക്കന്നേ? ഞാനേ വാടക കൊടുത്തിട്ടില്ല. കുട്ടികൾക്കാണെങ്കിൽ ഓണത്തിനും ഡ്രസ്സ് എടുത്തിട്ടില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ശല്യം ചെയ്തിട്ട് ഞാൻ വന്നതാണ്. ഞാൻ അവിടെ പെരി പോയിന്ന്. ഇന്നിപ്പോ ഇവിടെ പണിക്കറ, ഇന്ന് ഓണല്ല. ജുവാ, ഇന്ന് പണിയൊന്നും എടുക്കണ്ട, ഇങ്ങോട്ട് പോരെ. വാ മാറ്റിക്കാം, ഇങ്ങോട്ട് പോരെ. വാ 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 പോരെ. വേണ്ടപ്പോ പോണേ കുട്ടികളെ. കടേക്കാ ഇന്ന് ഓണായിട്ട് ഇവിടെ അടക്കുക. പായസം ഉണ്ടാക്കിയില്ല? എന്താ അതിന്റെ പേരെന്താ? കടയിൽ പോവാ പേര് ഞാൻ കണ്ടു. ഇന്നൊരു മനുഷ്യനെ കാണാൻ ചേട്ടാ ഇവിടെ അങ്ങടിൽ വെറുതെ തോന്നും. മനുഷ്യന്മാരൊന്നും വരുന്നില്ല ഓണൊക്കെ ആയിട്ട്. അപ്പൊ 4 ആളുടെ വെച്ച് പറഞ്ഞേന് വെറുതെ ആയിട്ട് വാടക വെറുതെ കൊടുക്കുന്നു. വീട്ടിലൊന്നും കൊടുക്കണ്ടില്ല. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. എനിക്ക് വേണ്ട എന്താ തെരഞ്ഞെടുക്കട്ടാ. നോക്ക്, ഇതിപ്പോ ഞാൻ കുട്ടിയാൾക്ക് വാങ്ങിയതാണ്. ഇത് പാകാവല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് ഓണം ജുസാറായിട്ട് കഴിച്ചോ കേട്ടാ. ഓക്കെ? എടോ, ഓണം പെരുന്നാളും വിഷുവൊക്കെ മനുഷ്യന്മാർക്കുള്ളത് തന്നെയാണ്. നമ്മള് ഉള്ളവന് ഇല്ലാത്തവനെ സഹായിക്കാനാണ് നബി പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഒന്നുകൊണ്ട് ബേജാറാവണ്ട കേട്ടാ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, സാരമില്ല.
അല്ല വൈശാഖ എന്തൊക്കെ പുതിയത് ഇറക്കിയതാ ഏതായാലും ഇത് നടക്കട്ടെ. ഞാനേ മറ്റേ ആള് നേരത്തെ സാധനം കൊണ്ടുപോയില്ലേ തരട്ടാ. അതൊക്കെ നമ്മളെ രാജു ഇവിടെ വന്നീടാ. ഓന് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം. എന്താ വേണ്ടിച്ചെങ്കില് ഓക്കെ. മകനവിടെ പുറത്തു പോയി. എന്നെ തെരഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ആ കണ്ടില്ല. എന്താ പറഞ്ഞ പൈസ വാങ്ങിട്ട് തരാത്ത? പൈസ ആകെ ഫോൺ വെച്ചിട്ടാണ് എടുക്കുന്നില്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് ഓണത്തിന് കോടി വരെ എത്തിയില്ല. അത്ര ബുദ്ധിമുട്ടിലാണ്. ഞാൻ തരാ പൈസ തരാ. എന്ത് തരാം ചേട്ടേ? ഞാൻ തരാ പൈസ. എന്ത് തരും? ഞാൻ പൈസ തരാ. എന്ത് തരാന്ന്? ഞാൻ ഇപ്പൊ ആകെ കഷ്ടത്തിലല്ല. രാജു അല്ലേ ഇവിടെ എന്താ പ്രശ്നം? അല്ല എന്താ പ്രശ്നം? അത് പൈസന്റെ പ്രശ്നമാണ്. എന്താ പൈസ തരണ്ട? എത്ര നിങ്ങൾക്ക് തരാണ്ട്? ഒരു സംഖ്യ ഉണ്ട്. സംഖ്യ എന്ന് പറഞ്ഞാല് 1,00,000 റുപ്യ. കുറെ ദിവസം പണി ഉണ്ടായിട്ട് ഇപ്പൊ കുറച്ച് കഷ്ടത്തിലാണ്. നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തരാം. അത് ഡോളർ കൂടി നിങ്ങള് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ? ആ ഞാൻ ഏറ്റു. ഞാൻ തരാം. ബഷീറാണ് എന്റെ പേര്. പൈസ ഞാൻ തരാം കേട്ടോ. ഓക്കെ. ഇങ്ങനത്തെ കശപിസ റോഡിലുണ്ടായിരുന്നു. എന്നാ പോയിക്കോളി രാജു. ഞാൻ പോയിക്കോട്ടാ.